Next is limitations of Ohm's law. Okay, നല്ലൊരു ക്വസ്റ്റനാണ്. സി ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇല്ലേ, ഇലക്ട്രോലൈറ്റ് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ് ഇലക്ട്രോലൈറ്റിനെ പറ്റിയൊക്കെ. ഇപ്പോൾ ഇലക്ട്രോലൈറ്റിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടുത്തെ കേസിൽ I പ്രൊപ്പോർഷണൽ ടു വി അല്ല, വി പ്രൊപ്പോർഷണൽ ടു I അല്ല. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്തിനെ ഒബേ ചെയ്യുന്നില്ല? ഓംസ് ലോയെ ഒബേ ചെയ്യുന്നില്ല. ഇനി അതേപോലെ സെമി കണ്ടക്ടേഴ്സ് സെമി കണ്ടക്ടർ ഡയോഡ്, സെമി കണ്ടക്ടർ കൊണ്ടുണ്ടാക്കിയ ഡയോഡുകൾ, തൈറിസ്റ്റർ, പിന്നെ ട്രാൻസിസ്റ്റർ, ഇതൊന്നും തന്നെ ഓംസ് ലോയെ ഒബേ ചെയ്യാത്ത സാധനങ്ങളാണ്. ഇതിൽ കൂടെയൊക്കെ കറണ്ട് കയറ്റി വിട്ടാൽ സെമി കണ്ടക്ടർ കൊണ്ടുണ്ടാക്കിയ ഡിവൈസുകളാണ് ഇതെല്ലാം. ഡയോഡ്, തൈറിസ്റ്റർ, ട്രാൻസിസ്റ്റർ, ഇതൊക്കെ ഇതിൽ കൂടെയൊക്കെ കറണ്ട് കയറ്റി വിട്ടാൽ കറണ്ട് വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. അപ്പം അതും ഓംസ് ലോയെ ഒബേ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഓംസ് ലോ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഓംസ് ലോ എക്സ്പെരിമെന്റ് ചെയ്തവർക്കറിയാം. ടീച്ചർ പറഞ്ഞു വളരെ കുഞ്ഞു കറണ്ട് കയറ്റി വിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത് അല്ലേ. ആ ഓംസ് ലോയുടെ എക്സ്പെരിമെന്റ് ചെയ്തവർക്കറിയാതെ ഓംസ് ലോ ചെയ്ത സമയത്ത് വളരെ ചെറിയ കറണ്ടാണ് അതിൽ കൂടെ കയറ്റി വിട്ടത്. അപ്പോൾ ഇത്രയും കുഞ്ഞു കറണ്ട് കയറ്റി വിട്ടതിന്റെ കാരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓവർ കറണ്ട് കയറ്റി വിട്ടാൽ ആ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പിയിലെ റെസിസ്റ്റൻസ് വയർ അത് കയറി ചൂടായാൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരും. ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് തന്നെയല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ കണ്ടീഷൻ വയലേറ്റ് ആയി പോകും. അതുകൊണ്ട് ഈവൻ ഓർഡിനറി കണ്ടക്ടർ പോലും ഓവർ കറണ്ട് കയറ്റി വിടുന്ന സമയത്ത് കയറി ചൂടാവുന്ന സമയത്ത് ഓംസ് ലോ ഒബേ ചെയ്യാതെ വരും. അപ്പോൾ ഇതെല്ലാം ആരുടെ ലിമിറ്റേഷൻസ് ആണ്? ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ആണ്. സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ? പറയും. ഫസ്റ്റ് വൺ, ഓംസ് ലോ ഈസ് നോട്ട് ഒബൈഡ് ബൈ ഇലക്ട്രോലൈറ്റ്സ്. ഓംസ് ലോ ഈസ് നോട്ട് ഒബൈഡ് ബൈ ഇലക്ട്രോലൈറ്റ്സ്. Then അടുത്ത, Ohm's law is not obeyed by semiconductor devices like diodes, thyristor, transistor, etc. Then even ordinary conductor, when large amount of current is passed, എന്താണ്, will not obey Ohm's law because large amount of heat is developed in the conductor, temperature changes, so it may lead to the violation of Ohm's law. So even ordinary conductor will not obey Ohm's law when large current is passed. These are the limitations of Ohm's law. So what are the limitations of Ohm's law? First one, tell me, electrolytes will not obey Ohm's law. Then second one, semiconductor devices like diodes, transistors, thyristors, etc. will not obey Ohm's law. Then next one is, even ordinary conductors, when large current is passed, gets heated and will not obey Ohm's law. Okay, owing to these reasons, Ohm's law cannot be considered as a universal law. So Ohm's law cannot be considered as a universal law. If it is a universal law, it should be obeyed by all. So okay, so Ohm's law is not considered as a universal law because it is not obeyed by electrolyte, it is not obeyed by semiconductor devices, then it is not obeyed by even ordinary conductors when large current is passed. Okay, so Ohm's law cannot be considered as a universal law. Okay, that's all about the limitations of Ohm's law. Got it?